സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. പരീക്ഷാകാലമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം പരീക്ഷയ്ക്ക് വേണ്ട ചില ചോദ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ക്ലാസ്സുകളിലൂടെ എല്ലാ ക്ലാസ്സിലും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മലയാളത്തിൽ നിങ്ങൾക്ക് അത്തരം വീഡിയോസ് ഒക്കെ വേണ്ടേ അല്ലേ? പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ വന്നത്. നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം കേട്ടോ. അതിലാണ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ക്ലാസ് തരുന്നത്. വാട്സപ്പ് കമ്മ്യൂണിറ്റിന്റെ കാര്യം മറന്നോളേ. അപ്പൊ ടീച്ചർ ഇന്ന് പറയുന്നത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ചോദ്യമാണ് ആശംസ കാർഡ് നിർമ്മാണം അല്ലേ. നമുക്ക് ഓണ പരീക്ഷയ്ക്കായിക്കോട്ടെ, ക്രിസ്തുമസ് പരീക്ഷയ്ക്കായിക്കോട്ടെ അല്ലേ, ആ പരീക്ഷ കഴിഞ്ഞാൽ ഒരു ആഘോഷം എന്തായാലും ഉണ്ട്. അതായത് ഇനിയിപ്പോ ക്രിസ്തുമസും ന്യൂ ഇയർ ഒക്കെയാണ് വരാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശംസാ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും പിറന്നാൾ ആശംസാ കാർഡ്. അപ്പോൾ ഏത് ആശംസാ കാർഡാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് എഴുതാന്ന് നമുക്ക് അറിയണല്ലോ. ഇതൊരു പരീക്ഷാ ചോദ്യമായിരുന്നു കേട്ടോ. ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് തന്റെ കൂട്ടുകാർക്ക് നൽകാനായി ആശംസാ കാർഡ് തയ്യാറാക്കുന്ന തിരക്കിലാണ് വിദ്യാർത്ഥികൾ. ഒരു ആശംസാ കാർഡ് നിങ്ങളും തയ്യാറാക്കൂ. ആശംസാ വാക്യങ്ങൾ എഴുതി ചിത്രങ്ങൾ ചേർത്ത് ഭംഗിയാക്കണം. അതായത് നല്ല കളറൊക്കെ കൊടുത്ത് അല്ലെ, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു A4 ഒക്കെ എടുത്തിട്ട് കേട്ടോ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പരീക്ഷയ്ക്ക് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്പേസിൽ, ആ സ്ഥലത്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ ആശംസാ കാർഡ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ വേണം? ആശംസ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയാണ് പറയാ? വളരെ ഭംഗിയിൽ നമ്മൾ തയ്യാറാക്കണം അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മള് നല്ലൊരു ചിത്രമൊക്കെ ചേർക്കാൻ പറ്റുമെങ്കിൽ, ടീച്ചർക്ക് ചിത്രമൊന്നും ചേർക്കാൻ പറ്റില്ല. പക്ഷെ ക്രിസ്മസ് ആയതുകൊണ്ട് എന്താണ്, സ്റ്റാറൊക്കെ നമുക്ക് വരയ്ക്കാം അല്ലേ. സ്റ്റാറൊക്കെ വരയ്ക്കാം അല്ലേ. സ്റ്റാറൊക്കെ വരച്ച് വെക്കാം. എന്നിട്ടോ പിന്നെ എന്താണ് അല്ലെ, ഡെക്കറേഷൻസ് ഒക്കെ വേറെ വെക്കാം. പിന്നെ എന്താണ്, ക്രിസ്തുമസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ക്രിസ്തുമസ് ആശംസകൾ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. അല്ലെങ്കിൽ ന്യൂ ഇയർ ആശംസകൾ. ഇപ്പൊ നമ്മളോട് ക്രിസ്തുമസ് അല്ലേ പറഞ്ഞത്. ഏവർക്കും അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് റെഡ് കൊണ്ട് എഴുതിയാലോ നമ്മള്. കൂട്ടുകാരിക്ക് അല്ലെ, കൂട്ടുകാരന് അല്ലേ. കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരന് ഹൃദയം നിറഞ്ഞ എന്താണ്, ക്രിസ്തുമസ് ആശംസകൾ അല്ലേ. ആശംസകൾ അത്രേ എഴുതിയാലും മതി അല്ലേ. അത്രേ എഴുതിയാൽ മതി. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് അടിപൊളിയായിട്ട് കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കാം അല്ലേ. എന്ത് കളറാ നമ്മൾ കൊടുക്കുക? ഏതെങ്കിലും നല്ല അടിപൊളി കളറൊക്കെ കൊടുത്ത്. ഇപ്പൊ ടീച്ചർ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. മക്കൾക്ക് ഇനി ഫ്ലവർ വരയ്ക്കാൻ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാ, നല്ല ഫ്ലവറൊക്കെ വരച്ച് അടിപൊളിയാക്കാം കേട്ടോ. എങ്ങനെ ഭംഗിയാക്കാൻ പറ്റുമോ അങ്ങനെ ഭംഗിയാക്കാം. ഇവിടെ നോക്കൂ, ടീച്ചർ നോക്ക്. പ്രിയപ്പെട്ട സുഹൃത്തിന് ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതാ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെയും അതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചിത്രം ടീച്ചർ ചേർത്തിട്ടുണ്ട് കേട്ടോ. മക്കൾ ഇതുപോലെ ഇഷ്ടം പോലെ മക്കൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. ഇനി പുതുവത്സരാശംസകളാണെങ്കിലും ന്യൂ ഇയർ വരികയാണല്ലേ, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതാം. മലയാളത്തിന്റെ പരീക്ഷ ആയതുകൊണ്ട് പുതുവത്സരാശംസകൾ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ പുതുവർഷാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ അന്നത്തെ ലൈവിൽ ഉണ്ടാവും. മക്കൾ എല്ലാവരും ലൈവിൽ കൃത്യമായിട്ട് പങ്കെടുക്കണേ.